ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു VNൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VN ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ VNകത്തുള്ള മറ്റ് എഡിറ്റിംഗ് ടൂൾസിനെ പറ്റിയുള്ള വീഡിയോസും ഒരു 2-3-4 വീഡിയോസ് ആയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് അതിൻ്റെ ലിങ്ക് സിംബോൾസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടുപോകുക. കാരണം അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് VNകത്തുള്ള മാസ്കിംഗ് ടൂളിനെ പറ്റിയാണ്. ഒരു എഡിറ്റിംഗിനകത്തുള്ള ഒരു മെയിൻ ടൂൾ തന്നെയാണ് മാസ്കിംഗ് ടൂൾ എന്ന് പറയുന്നത്. സോ ഒരു മാസ്കിംഗ് വെച്ച് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. സോ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. സോ ആദ്യം പറഞ്ഞാൽ ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മാസ്കിംഗ് ഓപ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയും നിങ്ങൾക്ക് മാസ്കിംഗ് ഓപ്ഷൻ കാണില്ല. ഈ മെയിൻ വീഡിയോ ക്ലിക്ക് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കാണില്ല. അപ്പോൾ ഇതെവിടെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ വീഡിയോ ആഡ് ചെയ്യാം. അല്ലാണ്ട് ഈ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓവർലൈറ്റ് വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സെയിം വീഡിയോ തന്നെ ഓവർലൈറ്റ് ആഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഞാൻ ഇപ്പോൾ ആ സെയിം വീഡിയോ ഓവർലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, മുകളിലായിട്ടാണ് ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓവർലൈ ഞെക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മാസ്കിംഗ് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഓവർലൈനകത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ മാസ്കിംഗ് ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാസ്കിംഗ് ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാസ്കിംഗ് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓവർലേ ആയിട്ട് വീഡിയോ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിലൊരു മെയിൻ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ മെയിൻ വീഡിയോ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫോർവേഡ് ഓപ്ഷൻ കാണാം. ആ ഫോർവേഡ് ഓപ്ഷൻ നിങ്ങൾ ഞെക്കിയാൽ മുകളിലോട്ടേക്ക് ഓവർലേ ആയിട്ട് തന്നെ അത് വരുന്നതാണ്. ഓക്കെ, സിമ്പിളായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം മെയിൻ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ താഴോട്ടേക്ക് പോകും. അതിന് ശേഷം നിങ്ങൾ BG എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ട് ഇമേജ് ഞെക്കിയിട്ട് ബ്ലർ വേണ്ട രീതിയിലേക്ക് കൊടുത്ത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ബ്ലൂ കളറുള്ള ഓവർലേ ഓപ്ഷൻ ഞെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താഴോട്ടേക്ക് കുറേ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റ് അല്ലേ ഫില്ല് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫിറ്റായി വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾ മാസ്ക് ഓപ്ഷനകത്ത് പോവുക. എന്നിട്ട് റേഡിയൽ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഫോക്കസ് ബ്ലർ കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്ത രീതിയിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോക്കസ് ബ്ലർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്കിംഗ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മെയിൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് BGനകത്ത് പോയിട്ട് ബ്ലർക്ക് വേണ്ട രീതിയിൽ കുറച്ച് ചെറിയ രീതിയിലേ കൊടുക്കുന്നുള്ളൂ, ഒരു 3ലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ചേർക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഓവർലേ വീഡിയോ ചെന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാസ്കിനകത്ത് പോയിട്ട് ഈ റേഡിയൽ തന്നെ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് ഇൻവേർട്ടായിട്ട് വരും അവരുള്ള ബ്ലർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോനകത്ത് ഒരാളുടെ ഫേസ് ഉണ്ട്, അത് ഫേസ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടിയുടെ ഭാഗം ബ്ലർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ട്, ആ ഡീറ്റെയിൽസിൻ്റെ ഭാഗം ഇങ്ങനെ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മാസ്കിംഗ് ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കീ ഫ്രെയിം ഞെക്കാം. ഇപ്പോൾ ഈ നടന്നു പോകുന്ന ആൾക്കാർ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ബ്ലർ കൊടുക്കുക. എന്നിട്ട് ആ കീ ഫ്രെയിം ഇട്ടാൽ അവിടെ നീല കളറിൽ കണ്ടില്ല കീ ഫ്രെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ചങ്ങോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. എന്നിട്ട് അവർ നടന്നൊരു സ്ഥലത്തെത്തുന്ന വരെ, എന്നിട്ട് അവരെത്തിയ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലറായി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബ്ലർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആനിമേറ്റ് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കൊരു ഭാഗം ഒഴിവാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ വെറും നോർമൽ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫോർവേഡ് ഓപ്ഷൻ ഞെക്കി ഭാഗം മുകളിലായിട്ട് വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഓവർലേ ഞെക്കിയിട്ട് ഫിറ്റ് അല്ലേ ഫില്ല് ഞെക്കി. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ മാസ്കിനകത്ത് പോയിട്ട് നിങ്ങൾക്കൊരു ഏരിയയിൽ, ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കളർ കറക്ഷൻ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഭാഗം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ലീനിയർ വെക്കുക. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഞാനിങ്ങനെ നടുവിലായിട്ട് വരുന്ന രീതിയിൽ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഓവർലൈനകത്ത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റേഴ്സ് വെക്കിയിട്ട് അഡ്ജസ്റ്റിനകത്ത് പോയിട്ട് ഇവിടെ സാച്ചുറേഷൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം മൊത്തം കളറ് പോയി. അങ്ങനെ ഒരു ഭാഗത്തുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റുന്നതാണ്. കണ്ടില്ല. ഇനിയിപ്പോൾ ആ മാസ്കിനകത്ത് തന്നെ പോയിട്ട് ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആനിമേറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിൽ പറഞ്ഞ പോലെ കീ ഫ്രെയിം ചെയ്തിട്ട് കുറച്ചും കൂടെ നീക്കിയിട്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഇങ്ങനെ കളറിലേക്ക് മാറുന്ന രീതിയിൽ ആനിമേഷൻ കൊടുക്കാം. അങ്ങനെ എനിക്കൊരു ഭാഗത്ത്
നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇപ്പോൾ ഒരു മുഖത്തുള്ള മുഖം മാത്രം നിങ്ങൾക്ക് വെളുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ റേഡിയൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് എനിക്ക് ഈ ഒരു ഭാഗം മാത്രം, ഈ രണ്ടാളെ മാത്രം എനിക്ക് വെളുപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ റേഡിയൽ ഞെക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് വെച്ചിട്ട് ഈ ഏരോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു എഡ്ജ് സ്മൂത്തായി കിട്ടുന്നതാണ്. ഏരോ മാർക്ക് മുകളിലോട്ടേക്ക് താഴോട്ടേക്ക് വരുന്ന രീതിയിലായി കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഫിൽറ്റേഴ്സിനകത്ത് പോയിട്ട് നിങ്ങൾ ഇപ്പോൾ സാച്ചുറേഷൻ പഴയ പോലെ ആക്കുകയാണ്. എന്നിട്ട് എക്സ്പോഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കുറച്ച് വെളുപ്പ് കൂടുന്നതാണ്. എന്നിട്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സാച്ചുറേഷൻ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ആ ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ മാസ്ക് ഓപ്ഷൻ കാണുന്നതാണ്. ഈ മാസ്ക് ഓപ്ഷൻ ഞെക്കിയിട്ട് ഞാൻ ഇവിടെ ലീനിയർ കൊടുക്കുകയാണ്. ലീനിയർ കൊടുത്തിട്ട് നിങ്ങളിതാ ഞാനിപ്പോൾ ലീനിയർ രണ്ടാമത്തേൽ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫെദർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് അവിടെയും ഈ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇതാ ഇതിങ്ങനെ അങ്ങോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എന്താ പറയുക, ഒരു ടെക്സ്റ്റ് റിവീൽ ചെയ്യുന്നൊരു ടൈപ്പ് ആനിമേഷനൊക്കെ കിട്ടുന്നതാണ്. നല്ല കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് നല്ല പ്രൊഫഷണൽ ടച്ച് കിട്ടുന്നുണ്ടല്ലോ. സോ അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം വീഡിയോയുടെ ഒരു മെയിൻ വീഡിയോൻ്റെ ഈ ഒരു പ്ലസ് ഒക്കെ ഞെക്കിയിട്ട് മെറ്റീരിയലിനകത്ത് പോയിട്ട് ബ്ലാക്ക് ലെയർ ക്ലിക്ക് ചെയ്തു. ഇപ്പം ബ്ലാക്ക് ലെയർ വന്നു. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫോർവേഡ് ആക്കിയിട്ട് ഈ ബ്ലാക്ക് ലെയർ ഒരു ബ്ലാക്കും അടുത്ത വീഡിയോയും ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് മാസ്ക് ഓപ്ഷനകത്ത് പോയിട്ട് മിറർ ഞെക്കാണ്. മിറർ രണ്ടും കൂടി ഞെക്കുന്നുണ്ട്. സോറി, നോൺ ആക്കിയിട്ട് അതൊന്ന് ഫിറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ. എന്നിട്ട് മാസ്ക് ഓപ്ഷനകത്ത് പോയിട്ട് രണ്ടും കൂടി മിറർ ഞെക്കി. എന്നിട്ട് ഫെദർ ആദ്യം തന്നെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു വൈറ്റ് കളർ ഏറോ മാർക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന്, അതായത് ഈ ബ്ലാക്ക് ലെയർ തുടങ്ങുന്നിടത്തു നിന്ന് കീ ഫ്രെയിം എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ആ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ തുറന്നു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഇതുപോലെ ഒരു റിവീൽ ചെയ്യുന്നൊരു ടൈപ്പ് സാധനം കിട്ടുന്നതാണ്. ഇത് പെർഫെക്റ്റ് ആയില്ല, കുറച്ചുകൂടി നല്ല നീറ്റായി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നതാണ്. ഇനി ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ലീനിയർ ഓപ്ഷൻ, പിന്നെ ലീനിയറിൽ ഞാനൊന്ന് ഓപ്പോസിറ്റ് ആക്കാണ്. ഒരു ഫെദർ വേണ്ട രീതിയിലായി കൊടുത്തു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കീ ഫ്രെയിം ആക്കിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആനിമേഷൻ വരുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതല്ലാതെ വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് മാസ്കിംഗ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് മാസ്കിംഗ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്.